യെസ്, ദിലീപ് കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തിരിയിരിക്കാനാവുന്ന ഒരു വിവരം, ദിലീപ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. ദിലീപ് പ്രതികരിക്കുമോ എന്നാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രതികരിക്കാൻ ഏഴ് വർഷത്തിനും 8 മാസത്തിനും ശേഷമുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് വിധി വരുമ്പോൾ വിധി കേൾക്കാനായി 8ാം പ്രതി ദിലീപ് അടക്കം 10 പ്രതികളും ഇന്ന് കോടതിയിൽ എത്തിച്ചേരും. പൾസർ സുനിയും ദിലീപും ശരത് ജി നായരും കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കോടതി നടപടികൾ 11 മണിയോടെ ആരംഭിക്കും. ഒരു 12 മണിയോടെ കേസിൽ വിധി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിജീഷ്, ദിലീപ് കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ദിലീപും ശരത് ജി നായരും പൾസർ സുനിയും 3 പേർ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. 10 പേരും എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം. പ്രതികൾ കോടതിയിലേക്ക് എത്തിയിരുന്നു. 11 മണിക്ക് മുമ്പ് തന്നെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. എല്ലാ പ്രതികളും, അതായത് ഈ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് ഉള്ളത്. മറ്റ് എല്ലാ പ്രതികളും തന്നെ ജാമ്യത്തിലാണ് ഉള്ളത്. പൾസർ സുനിക്ക് ഈ അടുത്താണ് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. അതിന് മുഴുവൻ പ്രതികളും കോടതിയിൽ കയറി ഇനി നിർണായകമായ ആ വിധി വരുന്നതിന് വേണ്ടി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിറ്റുകൾ മാത്രമാണ്. മുഴുവൻ പ്രതികളും ഇപ്പോൾ കോടതിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇഴകേറി പരിശോധിക്കുന്ന വിശദമായ ഒരു പ്രതിവാദങ്ങൾ തന്നെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ അന്തിമ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. സുനിൽ NS, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, ഒപ്പം തന്നെ VP വിജീഷ്, എസ് സലീം, പ്രദീപ്, ചാർലി തോമസ്, 8ാം പ്രതിയായ ദിലീപ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതിയായ ശരത് എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ എത്തിയിരുന്ന പ്രതിപട്ടികയിൽ 15ാം സ്ഥാനത്താണ് ശരത് ഉള്ളത്. ഒരു കനത്ത സുരക്ഷാ സന്നാഹങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഈ കോടതി പരിസരം ആകെ ഉള്ളത്. വലിയ ഒരു പോലീസ് ബന്ദോബസ്ത് നമുക്ക് കാണാനും പറയും. കനത്ത സുരക്ഷാ മാധ്യമ പ്രവർത്തകരുടെ വൻ സംഘവും ഇവിടെയുണ്ട്. എല്ലാ പ്രതികളും തന്നെ ഇപ്പോൾ ഇവിടെ ഹാജരായി കഴിഞ്ഞിരിക്കുന്നു, കോടതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി 11 മണിക്ക് തന്നെ കോടതി നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ 8 വർഷത്തിനുള്ളിൽ അന്വേഷണം സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷം ഒരു വിധി പ്രസ്താവവും വിചാരണ നടപടികളും അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിധി പ്രസ്താവത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. എന്തായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വിധിക്കുക? കാരണം ദിലീപിന്റെ വാദങ്ങളെയെല്ലാം തന്നെ തള്ളുന്ന വിവരങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ വാദങ്ങളെയെല്ലാം ഗംഭിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയർത്തപ്പെട്ടിരുന്നു. തനിക്കേതെങ്കിലും തരത്തിൽ അതിജീവിതയോട് ദേഷ്യം തോന്നേണ്ട, വൈരാഗ്യം തോന്നേണ്ട യാതൊരു കാരണവും ഇല്ല എന്നൊരു കാര്യമായിരുന്നു ദിലീപ് കോടതിയിൽ വാദിച്ചത്. എങ്കിൽ അങ്ങനെയല്ല, ദിലീപിന് അതിജീവിതയോട് ശക്തമായ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നും ആ വൈരാഗ്യം തീർക്കുന്നതിന് എല്ലാ മാർഗങ്ങളും ദിലീപ് ആലോചിച്ചിരുന്നു എന്നും അങ്ങനെയാണ് ഈ ഒരു കൃത്യത്തിൽ കൊട്ടേഷൻ നൽകിക്കൊണ്ട് ആക്രമിക്കുന്ന രീതിയിലേക്കും ഒപ്പം തന്നെ ലൈംഗിക അതിക്രമത്തിലേക്കും എല്ലാം തന്നെ അത് എത്തിച്ചേർന്നത് അതിജീവിതയോടുള്ള വൈരാഗ്യം നിമിത്തമാണ് എന്ന് കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം തന്നെ അടിസ്ഥാനമാക്കി തന്നെ കോടതിയിൽ വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഈ 2 വാദങ്ങളും കോടതി ഏതെല്ലാം രീതിയിലാണ് പരിഗണിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളത്, സാക്ഷിമൊഴികൾ ഒപ്പം തന്നെ രഹസ്യമൊഴികളെല്ലാം തന്നെ എത്രമാത്രം അവിടെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഇനിയാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ 11 മണിക്ക് ശേഷം ആദ്യ കേസായി തന്നെ ഈ ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് എന്താണ് ഒരു വിധി എന്നെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ ശിക്ഷാവിധിക്കാൻ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതാണ്ട്
2017 ഒക്ടോബർ 3 ദിലീപിന് ജാമ്യം ലഭിച്ച ശേഷവും ആ അക്കാര്യത്തിൽ വിശദമായ ഒരു പീഡന ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവിടെ ഹാജരായിട്ടുള്ള എല്ലാ പ്രതികൾക്കെതിരെയും ചുമത്തപ്പെട്ടിരിക്കുന്നത്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. ഈ കേസിൽ മുഖ്യ പങ്കാളി എന്ന് പറയുന്നത് പൾസർ സുനിയാണ് എങ്കിൽ അതിലേക്ക് നയിച്ച കുറ്റകൃത്യത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയുടെ എല്ലാം ആസൂത്രകൻ എന്ന് പറയുന്നത് നടൻ ദിലീപാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങൾ പ്രകാരം നിലവിൽ ചുമത്തപ്പെട്ട പ്രകാരം 376 കുറ്റബലാത്സംഗം 20 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ക്രിമിനൽ ഗൂഢാലോചന 120A, ക്രിമിനൽ ഗൂഢാലോചനയിലെ പങ്കാളിത്തം 120B പ്രകാരം അതേ ശിക്ഷ തന്നെ എന്താണോ ഈ ഒരു ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ അത് തന്നെയാണ് അത്തരമൊരു കൃത്യം നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരമൊരു കൃത്യത്തിന് വേണ്ടി ആസൂത്രണം ചെയ്ത ആൾക്കും ലഭിക്കുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകലാണ്. അവിടെ 10 വർഷം തടവും പിഴയുമുണ്ട്. അതിൽ ആസൂത്രണം നടത്തിയ ആളും അതേ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടതായി വരും. അങ്ങനെ കൃത്യമായി തന്നെ വിവിധ വകുപ്പുകൾ, അതിഗുരുതരമായ വകുപ്പുകൾ ഈ പ്രതികൾക്കെല്ലാം തന്നെ എതിരെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശദമായി തന്നെ ഉള്ള വാദങ്ങളും അതിന്റെ വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോൾ പൂർത്തിയായതിനു ശേഷമുള്ള വിധിയാണ് ഇനി നടപ്പിലാകാനുള്ളത്. ശരി ജിജീഷ്, ഇപ്പം പ്രതികളെല്ലാം കോടതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ജിജീഷ് കോടതിയിൽ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം കോടതി നടപടി ആരംഭിക്കും.